ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് രമേഷ് എന്നാണ്. വെസ്റ്റേൺ സ്പീക്കറിലെ ട്രെയിനറാണ്. വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. അത് പല കോഴ്സുകളും ചെയ്തിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. കൃത്യമായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്സ് ആണ് പഠിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യാത്തത് ബേസിക്സ് ആണ്. എപ്പോഴും നമുക്ക് വലിയ വലിയ സെൻറ്റൻസുകൾ പറയണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആ ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ കാരണന്മാർ പറയുന്ന പോലെ പലതുള്ളി പെരുവെള്ളം കുറച്ച് 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 പഠിച്ചു കഴിയുമ്പോഴാണ് അത് വലിയ സെൻറ്റൻസുകളായിട്ട് മാറുക. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ 17 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾക്ക് സെൻറ്റൻസസ് മേക്ക് ചെയ്യാൻ അറിയില്ല. അവർക്ക് വൊക്കാബുലറി അറിയാം, അല്ലെങ്കിൽ ഓക്സിലറീസ് അറിയാം. ഇതൊക്കെ അറിയാമെങ്കിൽ ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. വളരെയധികം ക്ഷമ വേണം, അതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോസ് എല്ലാം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വൺസ് മോർ വെൽക്കം ടു വെസ്റ്റേൺ സ്പീക്കർ. സ്പീക്ക് ഇംഗ്ലീഷ്, ചേഞ്ച് യുവർ ലൈഫ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കണക്കറിയാം. നമുക്ക് കണക്കില്ലാതെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല, അല്ലേ? നമ്മുടെ സാലറി അല്ലെങ്കിൽ സാധനം മേടിക്കുമ്പോൾ എല്ലാം കണക്ക് കൂട്ടലുകളിലാണ് എല്ലാം നിൽക്കുന്നത്. നമ്മുടെ കുറേ പൈസ ഉണ്ടെങ്കിലും എത്ര പൈസ എന്ന് കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. എത്ര അവിടെ ചിലവാക്കി, എത്ര ഇവിടെ ചിലവാക്കി, എത്ര ഇവിടെ കൊടുക്കണം എന്നുള്ള കണക്കുകൾ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനുമുള്ള പട്ടിക നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാവും, ശരിയല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് അത് പഠിച്ചത്? ബേസിക്കലി ഗുണന പട്ടിക പഠിച്ചതുപോലെ, സങ്കലന പട്ടിക പഠിച്ചതുപോലെ, കൂട്ടാൻ പഠിച്ചതുപോലെ ഒന്നും നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടില്ല. ബേസിക്സ് പഠിച്ചിട്ടില്ല. നമ്മൾ കണക്ക് പഠിച്ചപ്പോൾ എന്താ ചെയ്തത്? നമ്പറുകൾ ആദ്യം പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ടേബിൾസ് പഠിച്ചു. അപ്പോൾ ടേബിളുകളാണ് ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ മനസ്സിലുള്ളത്, ശരിയല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ആദ്യം പഠിച്ചത് എങ്ങനെ? 1 × 5 5, 2 × 5 10, 3 × 5 15, 4 × 5 20. അപ്പോൾ 1 5 5, 2 5 10, 3 5 15, 4 5 20, 5 25 എന്നൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞു പഠിച്ചതുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് പോയിട്ടില്ല. പക്ഷെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിക്കാത്തത് കൊണ്ടാണ് 10-16 വർഷം ഇംഗ്ലീഷ് പഠിച്ചിട്ടും നമ്മുടെ ബ്രെയിനിൽ അതില്ലാത്തത്. അപ്പോൾ ഇന്ന് മുതൽ ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. ഇന്ന് മുതൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. കൃത്യമായിട്ട് ഇതിന് വേണ്ടത് ക്ഷമയാണ്. ക്ഷമ വേണം. കൺസിസ്റ്റൻസി ഈസ് ദ സീക്രട്ട് ഓഫ് സ്കിൽസ്. നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ് നമുക്ക് സ്കിൽ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് പരിശ്രമിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ വേണ്ടി ഇനി മുതൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പക്ക ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, വൺസ് മോർ നമ്മൾ ബേസിക്സ് തുടങ്ങുകയാണ്. ബേസിക്സ് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് വിചാരിക്കും. പലതും അറിയാമെന്ന് വിചാരിക്കുന്നതാണ് നമുക്ക് ഒട്ടും ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് ബേസിക്സ് പഠിക്കുകയാണ്. ഇംഗ്ലീഷ് ഞാനിവിടെ കംപ്ലീറ്റ് ലെറ്റേഴ്സ് ഒന്നും എഴുതില്ല. ഞാൻ അതിൻ്റെ ആ ഒരു കോഡ് മാത്രം ഒന്നോ രണ്ടോ ആൽഫബറ്റ് എഴുതത്തുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഒരുപാട് സമയം പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ബേസിക്കലി 13 ഗോൾഡൻ റൂൾസ് എന്നാണ് പറയുന്നത്. ഈ 13 ഗോൾഡൻ റൂൾസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ പഠിക്കുന്നവർക്ക് സംശയം ഉണ്ടാവില്ല. ആ സംശയം ഇല്ലാതിരിക്കുന്ന എപ്പോഴാണ്? കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നത് പോകത്തില്ല. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ബേസിക്സ് ആണ്. പഠിക്കുക, ഫ്ലുവൻ്റ് ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് സബ്ജക്റ്റ് എന്നാ പറയാം. സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ഉണ്ട്, അല്ലേ? സബ്ജക്റ്റ് ഒന്ന് നമുക്ക് വിഷയം എന്നറിയാം. പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ്, വാട്ട് ഈസ് സബ്ജക്റ്റ്? ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ഇല്ലാതെ 99% സെൻറ്റൻസസ് ഇല്ല, അല്ലേ? ഒരാളൊരു പ്രവൃത്തി ചെയ്യാതെ ഒരിക്കലും എന്തില്ല, അവിടെ ഒരു റിസൾട്ട് പറയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആദ്യം സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ്. ഇംഗ്ലീഷിൽ എന്താണ് സബ്ജക്റ്റ്? ഞാൻ പറഞ്ഞു ടോപ്പിക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയാം നമുക്ക് മലയാളത്തിൽ. അതല്ലാതെ ഇംഗ്ലീഷ് ഗ്രാമർ എടുക്കുമ്പോൾ വാട്ട് ഈസ് സബ്ജക്റ്റ്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, ആ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, ആ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് എപ്പോഴും ഇംഗ്ലീഷിൽ സബ്ജക്റ്റ്. അപ്പോൾ ആരാ സബ്ജക്റ്റ്?
ഒരു സ്ഥലത്ത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാമൻ രാവണനെ കൊന്നു. രാമൻ രാവണനെ കൊന്നു. അവിടെ ആരാ പ്രവൃത്തി ചെയ്തേ? നമ്മൾ ഈ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ രാവണനും ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂല പണ്ടത്തെ ക്ലാസ്സുകളിലൊക്കെ. പക്ഷെ എന്നിട്ടും പഠിച്ചോ? ഇല്ല. എന്നാലും നമ്മൾ അവിടേക്ക് പോവാണ്. രാമനാണ് രാവണനെ കൊന്നത്. ഇവിടെ പ്രവൃത്തി ചെയ്തത് ആരാ? രാമനാണ്. അപ്പൊ രാമനാണ് ഇവിടെ സബ്ജക്റ്റ്. ഇതെന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കണം. ഇതിന്റെ വേരിയേഷൻസ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവും, അറിയാമല്ലോ എന്നുള്ള തോന്നലുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ്, അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നത്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എഴുതി വെക്കണം. ഒരു സ്ഥലത്ത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരാണ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് ഞാൻ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷിൽ സബ്ജക്റ്റിനെ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ സബ്ജക്റ്റിനെ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിന് പറയുന്ന ഒന്ന് സിംഗുലർ എന്നും പറയും. 2 പ്ലൂരൽ. സിംഗുലർ, പ്ലൂരൽ. സബ്ജക്റ്റിനെ ഇംഗ്ലീഷിൽ ഈ 2 തരത്തിലേ ആക്കിയിട്ടുള്ളൂ സബ്ജക്റ്റിനെ. ഇത് ഞാൻ പറയുന്ന എല്ലാം പെർമനൻ്റ് ആണ്. ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അത്. അപ്പം ഇംഗ്ലീഷിൽ സബ്ജക്റ്റിനെ 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സിംഗുലർ, പ്ലൂരൽ. ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിലോ ഏകവചനങ്ങളും ബഹുവചനങ്ങളും അല്ലേ. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനങ്ങൾ എന്നാണ്, പ്ലൂരൽ എന്ന് പറഞ്ഞാലോ ബഹുവചനങ്ങൾ എന്നാണ്. അപ്പൊ ഇവിടെ സിംഗുലറും പ്ലൂറലുമാണ് സബ്ജക്ട്. പ്രവൃത്തി ചെയ്യുന്നവർ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സിംഗുലർ ആൻഡ് പ്ലൂരൽ. അപ്പൊ ഇനി ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലൂരൽ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു സിംഗുലർ ഏകവചനം, പ്ലൂരൽ ബഹുവചനം. അപ്പൊ ഏതൊക്കെയാ സിംഗുലർ സബ്ജക്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹി. നമ്മൾ പറയാറില്ലേ അവൻ. അവൻ എന്ന് പറയുന്നിടത്തെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഹീന് ഉപയോഗിക്കാം. അവൻ ഇവിടേക്ക് വന്നു, ഹി കെയിം ഹിയർ. അവൻ ഇവിടുന്ന് പോയി, ഹി ഹാസ് ഗോൺ ഫ്രം ഹിയർ. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട, ഹീനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഹീ എന്ന് വെച്ചാൽ അവൻ. അത് നമുക്ക് ആരെ വേണമെങ്കിലും പറയാം അല്ലെ. പുരുഷന്മാരായിട്ടുള്ള ആരെ വേണമെങ്കിലും നമുക്ക് എന്ത് പറയാം? ഹീ എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ബ്രദറിനെ ഹീ എന്ന് പറയാം, നമ്മുടെ ഫാദറിനെ ഹീ എന്ന് പറയാം, നമ്മുടെ മുഖ്യമന്ത്രിയെ ഹീ എന്ന് പറയാം, നമ്മുടെ പ്രധാനമന്ത്രിയെ ഹീ എന്ന് പറയാം. ഹീ കോമൺ വേർഡാണ്. അതായത് പുരുഷന്മാരെ എല്ലാം പറയുന്ന കോമൺ ആയിട്ടുള്ള പ്രൊനൗൺസ് എന്നാണ് അതിനെ പറയുന്ന വേർഡാണ് ഹീ. പിന്നെ എന്താണ് അടുത്തത്? ഷീ. ഷീ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗങ്ങളെല്ലാം ഷീ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്ററിനെ ഷീ എന്ന് പറയാം, നമ്മുടെ അമ്മയെ ഷീ എന്ന് പറയാം, നമ്മുടെ അയൽക്കത്തെ ചേച്ചിയെ ഷീ എന്ന് പറയാം, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീ ആണെങ്കിൽ അവർ ഷീ എന്ന് പറയാം, സോണിയാഗാന്ധിയെ ഷീ എന്ന് പറയാം, മിഷേൽ ഒബാമനെ ഷീ എന്ന് പറയാം. അപ്പോൾ ഷീ എന്ന് പറയുന്നത് സ്ത്രീകളെയാണ് പറയുന്നത്. അപ്പോൾ ഹീ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഹീ. ഷീ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഷീ. ഇനി അടുത്ത് വരുന്നതാണ് ഇറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് പകരം. അപ്പൊ ഇതൊരു പെന്നാണ്. ഈ പെന്നിന് പകരം ഇറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ ലൈറ്റ് ഉണ്ട്, ഈ ലൈറ്റിന് പകരം ഇറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്ത് ഐഫോൺ ഉണ്ട്, ഐഫോണിന് പറയുന്നതിന് പകരം ഇറ്റ് എന്ന് പറയാം. അപ്പൊ ഇറ്റ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുവിനെ പറയാം. ഇപ്പൊ പൂച്ചയാണെങ്കിൽ പൂച്ചേനെ ഇറ്റ് എന്ന് പറയാം, ഇറ്റ് ഈസ് ക്രൈയിങ് എന്ന് പറയാം അല്ലേ. മനുഷ്യനെ അങ്ങനെ അധികം പറയില്ല, പക്ഷെ നമുക്ക് എന്ത് പറയാം? മൃഗങ്ങളെയും പറയാം, ഇറ്റ് ഈസ് യോണിങ് എന്നൊക്കെ പറയാം. കൊട്ടുവായിടുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വർക്കിംഗ്. ഒരു മെഷീൻ ആണെങ്കിൽ ഇറ്റ് ഈസ് വർക്കിംഗ്, മെഷീൻ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. അപ്പം ഹി എപ്പോഴും പുരുഷന്മാരെ പറയുന്നതാണ്, ഷീ എപ്പോഴും സ്ത്രീകളെ പറയുന്നതാണ്. ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത്. മലയാളത്തിൽ എന്താ പറയാ? ഇതെന്നാണ്. ഇനി ഒരു സബ്ജക്റ്റ് കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് എവ്രിബഡി എന്നാ പറയാ. എവ്രിബഡി എന്ന് പറയുന്നത്, ഇതിന് ഒരുപാട് ആളുകൾക്ക് ഡൗട്ട്സ് ഉണ്ട്. ഞാനിപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി, ഇപ്പോഴും സ്റ്റിൽ എവ്രിബഡി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലേ. അപ്പൊ അതിനെങ്ങനെയാണ്? അങ്ങനെയല്ല പറയുന്നത്. എവ്രിബഡി സിംഗുലർ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഫാമിലി, നമ്മുടെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടാവും, കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെന്താ പറയാ? അവർ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരികയാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ മൈ ഫാമിലി ഈസ് കമ്മിങ് ഫ്രം പാലക്കാട് എന്ന് പറയാം. മൈ ഫാമിലി ഈസ് കമ്മിങ് ഫ്രം പാലക്കാട്. അപ്പൊ എവ്രിബഡി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഒരു ഗ്രൂപ്പിനെ നമുക്ക്, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ ആളുകളുടെ ഒരു ഗ്രൂപ്പാണ്, ഇപ്പൊ കോൺഗ്രസ് പാർട്ടി കുറേ ആളുകളുടെ ഗ്രൂപ്പാണ്, ഇപ്പൊ BJP കുറേ ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം എന്ത് പറയാം? എവരിബഡി എന്ന് പറയാം.
സിംഗുലർ ആയിട്ട് ആണത് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഇതാണ് സിംഗുലർ സബ്ജക്റ്റ്. നമ്മൾ സാധാരണ ഗ്രാമർ ബുക്കിൽ ഈ എവരിബഡി ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. എവരിബഡി ഈ സിംഗുലർ ആണ്, പ്ലൂറൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അടുത്തത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ. അപ്പൊ നമുക്ക് തോന്നാം, അയ്യോ ഈ ഐ എന്താണ്, അയ്യോ ഒറ്റയ്ക്കല്ലേ, പിന്നെ അത് പ്ലൂറൽ എന്താ പറയണേ, സിംഗുലർ അല്ല ആവണ്ടേ. പക്ഷെ 95% ഐ എന്താണ്? പ്ലൂറൽ ആയിട്ട് തന്നെയാണ് ഇംഗ്ലീഷിൽ കണക്കാക്കുക. അപ്പൊ ഐ എന്ന് അങ്ങനെ തന്നെയാണ്. കാരണം ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് എന്ന് പറയുന്നത് എല്ലാം പ്ലൂറലിന്റെ ഓക്സിലറീസ് ആണ്. അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്നത് ഐ പ്ലൂറൽ ആണെന്ന് തന്നെ മനസ്സിലാക്കി വെക്കുക. അതിന് കുറേ എടുക്കാനുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുക്കാനുണ്ട്. പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ളതായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. ഐ എപ്പോഴും എന്താണ്? പ്ലൂറൽ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. സിംഗുലർ ആണെന്ന് തോന്നാമെങ്കിലും ഐ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ വരുന്നതാണ് യു. അപ്പൊ യുവും നമുക്ക് ഡൗട്ട് ഉണ്ട്. യു, നീ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? അല്ല. നീ എന്ന് പറയുന്നത് നീ എന്നും പറയാം, നിങ്ങൾ എന്നും പറയാം. അപ്പോൾ എപ്പോഴും യു എന്താണ്? പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ ഐയും പ്ലൂറലാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൺഫ്യൂഷൻ വരുന്നത്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്, നമ്മൾ മലയാളം പഠിച്ച മലയാളത്തിന്റെ അതേ സാധനം വെച്ചിട്ട് തന്നെ നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. മലയാളം മറ്റൊരു ലാംഗ്വേജാണ്, ഇംഗ്ലീഷ് വേറൊരു ലാംഗ്വേജാണ്. രണ്ടിനെ രണ്ട് രീതിയിൽ കാണാൻ കഴിയണം. അതിന് നമ്മളെന്താ ചെയ്യുക? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നല്ലൊരു ട്രാൻസ്ലേറ്റർ ആവുകയില്ല, നമ്മൾ ഇംഗ്ലീഷ് മനസ്സിലാക്കത്തില്ല. ഇംഗ്ലീഷ് എൻ്റെയിൽ ഡിഫറെൻ്റ് ആണ്, മലയാളം എൻ്റെയിൽ ഡിഫറെൻ്റ് ആണ്. ഇത് തിരിച്ചറിയുന്ന ആളുകൾക്കാണ് ഇംഗ്ലീഷ് പോലെയും മലയാളം പോലെയും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഐ എന്ന് പറയുന്നത് ഭൂരിഭാഗം പ്ലൂറലായിട്ട് തന്നെയാണ് ഉപയോഗിക്കുക. യു എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും പ്ലൂറൽ തന്നെയാണ്, വേറെ ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നത് എന്താ? ദേ. ദേ എന്ന് പറയുന്നതും പ്ലൂറലാണ്. അവർ എന്ന് പറയുന്നത് അപ്പോൾ പ്ലൂറലായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഐ, യു, ദേ. അടുത്ത് വരുന്നത് എന്താ? വി. വി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയും അല്ലേ? ഞങ്ങൾ, നമ്മൾ. ഈ മലയാള വേർഡിൻ്റെ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഈ സബ്ജക്റ്റ്. ഇത്രയും സബ്ജക്റ്റേ വരത്തുള്ളൂ, ബാക്കിയൊക്കെ ഒറിജിനൽ പേരുകളാണ് വരിക. ഓക്കെ, അപ്പോൾ ശരിക്കും 8 സബ്ജക്റ്റാണ് ഇംഗ്ലീഷിലുള്ളത്. ഏതൊക്കെയാണ്? സിംഗുലർ ആൻഡ് പ്ലൂറൽ. അപ്പോൾ നമുക്ക് 8 സബ്ജക്റ്റാണ് ഇംഗ്ലീഷിലുള്ളത്. ഏതൊക്കെയാണ്? സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ ഏതാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ ഏതാ? ഐ, യു, ദേ, വി. ഇത് ശരിക്കും സുരേഷ് ഗോപി സാറിന്റെ ഡയലോഗായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. എങ്ങനെയാണ്? ഹി ഷിറ്റ് എവരിബഡി, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആൻഡ് അയ്യോ ദേവി. അയ്യോ ദേവി സിനിമ ഉണ്ടായിരുന്ന കാലത്ത് ഹി ഷിറ്റ് എവരിബഡി ഒക്കെ പറഞ്ഞു. സിനിമ ഇല്ലാതിരുന്ന കാലത്ത് അയ്യോ ദേവി പറഞ്ഞു. ഇത് വെറുതെ തമാശക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഇത് ഇങ്ങനെ പഠിക്കണം നിങ്ങൾ. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ഇംഗ്ലീഷിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നവരാണ്. ഹു ഈസ് ആക്ടിങ്. സബ്ജക്റ്റ് ഹു ഈസ് ആക്ടിങ്. അപ്പോൾ ആ ആക്ട് ചെയ്യുന്നവരെ 2 തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ ഏതാണ്? ഐ, യു, ദേ, വി. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താ? ഇപ്പൊ പഠിച്ചതിന്റെ മലയാളം ഒന്നുകൂടി പഠിപ്പിക്കുകയാണ്. എന്താണ്? ഇപ്പൊ ഹി എന്ന് വെച്ചാൽ ഹി എന്താണ്? അവൻ. ഹി, അവൻ. ഹി എന്ന് വെച്ചാൽ അവൻ എന്നാണ്. ഇപ്പൊ ഷീ എന്ന് വെച്ചാൽ ഷീ, അവൾ. ഷീ, അവൾ. ഇറ്റ്, ഇത്. എന്താണ്? ഒരു ജീവനില്ലാത്ത വസ്തുവിനെയും ജീവനുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് ഇറ്റ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു മെഷീൻ, എന്ത് വേണമെങ്കിലും പറയാം നമുക്ക്. എവരിബഡി. എവരിബഡി. എവരിബഡി, എല്ലാവരും. എന്താണ്? എല്ലാവരും. എവരിബഡി, എല്ലാവരും എന്ന് പറയാം. അപ്പൊ ഇതാണ് സിംഗുലർ സബ്ജക്റ്റ്. ഏതാണ്? ഏകവചനങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്നു. സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ കാണുന്നതാണ്. ഓക്കെ, രണ്ടാമത് വരുന്നതാണ് പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ? സിംഗുലർ ആൻഡ് പ്ലൂറൽ. അടുത്തതാണ് ഐ. ഐ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എന്നാണ് അർത്ഥം അല്ലേ? ഐ എന്താണ്? ഞാൻ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. ദെൻ യു. യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ അല്ലേ? നിങ്ങൾ.
നീ അല്ലെങ്കിൽ നിങ്ങൾ. അപ്പൊ ഐ ഞാൻ, നീ അല്ലെങ്കിൽ യു എന്ന് വെച്ചാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. ഇനി എന്താണ് ദേ? ദേ എന്ന് വെച്ചാൽ എന്താണ്? അവർ. അവർ എന്നാണ് അർത്ഥം. സോറി, അവർ. ദേ അവർ. അപ്പൊ ഐ ഞാൻ, യു നീ അല്ലെങ്കിൽ നിങ്ങൾ, ദേ അവർ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ? ഒരെണ്ണം വരുന്നതാണ് വി. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. നമ്മൾ. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. ഇപ്പൊ ഞങ്ങൾ പോവുകയാണെന്ന് പറയാം, നമ്മൾക്ക് പോകാന്ന് പറയാം. അപ്പോഴൊക്കെ വി എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഒന്നുകൂടി പറയാം. ഹി എന്ന് വെച്ചാൽ അവൻ, ഷീ എന്ന് വെച്ചാൽ അവൾ, ഇറ്റ് എന്ന് വെച്ചാൽ ഇത്, എവരിബഡി എന്ന് വെച്ചാൽ എല്ലാവരും, ഐ എന്ന് വെച്ചാൽ ഞാൻ, യു എന്ന് വെച്ചാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ, ദേ എന്ന് വെച്ചാൽ അവർ, വി എന്ന് വെച്ചാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. അപ്പോൾ ഇത്രയാണ് സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ സബ്ജക്റ്റിനെ വീണ്ടും വീണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പൊസസീവ് ഫോം പറയുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ഫോം പറയുന്നുണ്ട്. ഇനി ഈ സബ്ജക്റ്റുകളെ വീണ്ടും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ഫോം പറയുന്നുണ്ട്, പൊസസീവ് ഫോം പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ ഫോമുകളുണ്ട്. അപ്പോൾ അതുകൂടിയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം. നിങ്ങൾ എഴുതി വയ്ക്കുക, പഠിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം പഠിക്കുകയാണ്. പഠിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത്. വളരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തണം. അതിനോടൊപ്പം തന്നെ ലൈക്ക് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്.